നമസ്കാരം. പലതരത്തിലുള്ള കുക്കീസ് റെസിപ്പീസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കീസ് റെസിപ്പി തന്നെയാണ്. ഇത് നമുക്ക് ബേക്ക് ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണ്. അപ്പോൾ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഓട്സ് ആണ്. നമ്മളിത് ഓട്സ് ഫ്ലോറിലാണ് ചെയ്തെടുക്കണേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓട്സ് വറക്കാതെ തന്നെ പൊടിച്ച് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ 3 കപ്പ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മെഷറിംഗ് കപ്പിൽ. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ ആ പച്ച ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മുഴുവനോടെയുള്ള ഓട്സ് ആയ കാരണം തന്നെ ഒന്ന് സ്ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഓട്സിൻ്റെ ഫ്ലോർ വെച്ചിട്ടാണ് ഈ കുക്കീസ് ഉണ്ടാക്കി എടുക്കണേ. ഇത് പതുക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി വരും, ഒരു മൂത്ത മണം വരും. അപ്പോൾ വേണം നമുക്കിത് ഓഫ് ചെയ്യാൻ. ഒരു 5 മിനിറ്റ് എടുക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങി. ഞാനിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇതിരുന്ന് സ്ലൈറ്റായിട്ടൊന്ന് ചൂടാറണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ടോ അല്ലെങ്കിൽ ഫൈൻ പൗഡറായിട്ടോ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടാറി വരട്ടെ. ഇനി അടുപ്പിൽ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചു. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ പീനട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ഞാൻ പീനട്ട് ബട്ടർ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3/4 കപ്പ് പീനട്ട് ബട്ടറാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മധുരം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഡേറ്റ് സിറപ്പാണ് മധുരത്തിനായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. ഡേറ്റ് സിറപ്പിൻ്റെ വീഡിയോ ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ഡേറ്റ് സിറപ്പാണ് ഞാൻ യൂസ് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് ഡേറ്റ് സിറപ്പ് ഇല്ലാത്തവരാണെങ്കിൽ അതേ അളവിൽ തന്നെ, അതായത് 1/2 കപ്പ് ഹണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3/4 കപ്പ് പീനട്ട് ബട്ടറും 1/2 കപ്പ് ഹണിയാണ്. പീനട്ട് ബട്ടർ ഞാൻ ഹോം മെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. അപ്പോൾ നമ്മളിത് ഡയറക്റ്റായിട്ട് ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. നമ്മൾ ഈ മുകളിൽ വെച്ചിരിക്കുന്ന പാത്രം താഴെയുള്ള പാത്രത്തിൽ വെള്ളത്തിൽ തൊടാതെ വേണം വെക്കാൻ. ഇത്തിരി വലിയ പാത്രം ഇതുപോലെ ആ താഴെയുള്ള പാത്രത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വരുന്ന ആവി കൊണ്ട് വേണം ഇത് മെൽട്ടായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ ഇറക്കി വെക്കരുത്. അപ്പോൾ അത് ചൂടാവുമ്പോൾ ആ വെള്ളമൊക്കെ ഇതിലേക്ക് വീഴും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ആ പാത്രത്തിൻ്റെ മുകളിൽ വേണം വെക്കാനായിട്ട്. ഗ്ലാസിൻ്റെ പാത്രമൊന്നും വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽട്ടായി വരണം. അപ്പോൾ നമുക്ക് ഓവനുള്ളവരാണെങ്കിൽ ഓവനിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് വെച്ചാൽ മതി. നന്നായിട്ട് മെൽട്ടായി കിട്ടിക്കോളും. ബാക്കി കുക്കീസ് ഉണ്ടാക്കുന്ന പോലെയല്ല, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, വലിയ പണിയൊന്നുമില്ല. മെൽട്ടായി മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ജാഗറി പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഷുഗറാണോ യൂസ് ചെയ്യാറുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ചെയ്താൽ മതി, നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ ചെയ്യേണ്ട, ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഓട്സ് പൗഡറാണ്. നേരത്തെ ഓട്സ് നമ്മൾ വറുത്ത് വെച്ചിരുന്നു, അത് ഞാൻ പൊടിച്ചെടുത്തതാണ്. ഞാൻ നല്ല ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ്ലി ഗ്രൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഈ ഓട്സ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർക്കണം. ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സും ചേർക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല.
എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഹണി മിക്സ് ഇത്തിരി ചൂടുണ്ടായിരുന്നതുകൊണ്ട് ആ ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് മെൽട്ടായി. നിങ്ങൾക്ക് കടിക്കാനായിട്ട് നല്ല പീസസ് ആയിട്ട് തന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുക്കുകയാണ്. ബേക്കിംഗ് ട്രേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേറ്റ് എന്തെങ്കിലും എടുത്താൽ മതി. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചു. ഇനി നമുക്കിതിലേക്ക് സ്കൂപ്പ് ചെയ്തിടാം നമ്മുടെ മിക്സ്. സ്കൂപ്പർ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ അതിന് വെച്ച് ഒരു ഇങ്ങനത്തെ കുഴിയുള്ള ഒരു ഇത് വെച്ച് ഇട്ടാൽ മതി. ഇതുപോലെ സ്കൂപ്പ് ചെയ്തിടാം. നമ്മളിത് ബേക്ക് ചെയ്യണ്ടല്ലോ, അപ്പോൾ അത് എന്തായാലും ഷേപ്പ് മാറില്ല. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പിന്നെ അതിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ കുക്കീസ് എല്ലാം അതുപോലെ ഇത് വെച്ച് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ബോൾ മാതിരി ആക്കിയിട്ട് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തെടുത്താലും മതി. ഇനി അതിൻ്റെ നടുവിൽ ഞാൻ ഒരു കാഷ്യൂ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാത്തിലും. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് വരും ഈ കുക്കീസ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ അരമണിക്കൂറായി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ഈ ഷൈനിങ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇത് നല്ല സ്റ്റിക്കി ആണെന്ന്. നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങാനും നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി പേപ്പർ. എന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. കണ്ടില്ലേ? അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയാണ് ഈ ഒരു കുക്കീസ്. കൈ മുട്ടിപ്പിടിക്കൊന്നുമില്ല. കാണുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നും. അത് നമ്മൾ ഈ പീനട്ട് ബട്ടറൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഓയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഇത് വരുന്ന ഷൈനിങ് ആണ്. അല്ലാണ്ട് ഇത് സ്റ്റിക്കി അല്ല. കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്കൊരു ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെക്കാം, പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് കുക്കീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. താങ്ക് യു.